മലപ്പുറത്ത് സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള പകയിൽ ഒരു ബസ് മറ്റൊരു ബസ്സിനെ ബോധപൂർവം ഇടിച്ചു. യാത്രക്കാരിക്ക് പരിക്കേറ്റു. ബസ് ഡ്രൈവർ ചോക്കോട് സ്വദേശി ഫൈസുലിനെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. ബസ് ഇടിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ജംഷീർ കൊടിഞ്ഞുകൊണ്ട് വിവരങ്ങൾ നൽകാൻ. ജംഷീർ, അത്യന്തം പേടിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യമാണ് പുറത്തു വന്നത്. മാത്രമല്ല, ബസ്സിലെ യാത്രക്കാർക്ക് അവരുടെ ജീവന് ഒരു തരത്തിലുള്ള സംരക്ഷണവും നൽകുന്നില്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പോലീസ് എന്ത് നടപടിയാണ് ഈ ബസ് ഡ്രൈവർക്കെതിരെ എടുത്തിരിക്കുന്നത്? അജി, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ ബസ്സിന്റെ സമയതർക്കവുമായി ബന്ധപ്പെട്ട് ബസ് തൊഴിലാളികൾ പരസ്പരം ആക്രമിക്കുന്നതും മറ്റുമൊക്കെ പലപ്പോഴുമായി വാർത്തകൾ വരാറുമുണ്ട്. ഇതിപ്പോൾ ഈ ബസ് മനഃപൂർവ്വം പിറകിൽ വന്ന മറ്റൊരു ബസ് ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ഇടിപ്പിക്കുന്ന ദൃശ്യമാണ്. ഈ ബസ്സിൽ രണ്ട് ബസ്സിലും നിറയെ യാത്രക്കാരുള്ളതാണ്. ഈ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ ബസ് ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വരികയും തുടർന്ന് ഈ ബസ്സിൽ ഇടിക്കുകയും ഇതോടുകൂടി ഈ ബസ്സിലെ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും ചെയ്തതോടെ ഇരുന്ന യാത്രക്കാർ എല്ലാവരും തന്നെ അവരുടെ മുഖം നേരെ മുന്നിലുള്ള കമ്പിയിൽ ചെന്ന് ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പലർക്കും പരിക്കേറ്റു. അതിൽ ഈ യാത്രക്കാരിയായിരുന്ന ഫാത്തിമ എന്ന ഒരു യാത്രക്കാരിക്ക് നന്നായി പരിക്കേറ്റു, ഗുരുതരമായി പരിക്കേറ്റു. അവരുടെ തല ചെന്ന് ഇടിക്കുകയും നെറ്റിക്കും മൂക്കിനുമൊക്കെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മാൻകോ എന്ന് പറയുന്ന ഒരു ബസ്സാണ് ഈ അപകടം വരുത്തിയിരിക്കുന്നത്. അതിന്റെ ഡ്രൈവർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്, എടവണ്ണ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഡ്രൈവർ ചോക്കോട് സ്വദേശി ഫൈസലിനെതിരെയാണ് എടവണ്ണ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നരഹത്യ ശ്രമത്തിന് അതിൽ കേസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വണ്ടൂരിലേക്ക് പോകുന്ന ബസ്സുകളാണ്. അത് ഒരു ബസ് അരീക്കോട് നിന്ന് മറ്റൊരു ബസ് മഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ ദിശയിൽ തന്നെയായിരുന്നു ബസ്സുകൾ പോകുന്നത്. സമയക്രമവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ ബസ് കൂട്ടിയിടിപ്പിക്കാനുണ്ടായ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജി, ശരി, ജംഷീറാണ് വിവരങ്ങൾ നൽകിയത്.